ഇഷ്ടമാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറയട്ടെ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് ഫ്രീഡം വേണമെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് മാറും അല്ലേ. അവരെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുവരെ ഒരു ഫ്രീഡം നശിപ്പിക്കുന്ന ആൾക്കാരല്ല. പിന്നെ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടി അതിന് പേര് കൊളുത്തി കയറി ഒരു കുടുംബകലഹമാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയായിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മേലാക്കം എൻ്റെ പേര് പറഞ്ഞ് നിശ്ചയിച്ച് എൻ്റെയോ മമ്മിയുടെയോ ഡിമ്പിളുടെയോ ചാനലിൽ പോയി സംസാരിക്കണ്ട. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ തന്നെ ഒരു യാത്ര ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, തോമുമില്ല. തോമു പറഞ്ഞു ലീലമാമ്മയുടെ കൂടെ വീട്ടിൽ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഒന്നും കൂടെ ഈസി ആയിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പോണത് ഒന്ന് എനിക്ക് ബിസ്മിയിൽ പോകണം, രണ്ട് ഏറ്റുമാനൂർ നമ്മുടെ തൂക്കി വിൽപ്പന കടയിൽ പോകണം. എനിക്കൊന്നും എടുക്കാനില്ല, പിള്ളേർക്ക് എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പം നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ടോപ്പ് ബർണർ ഒരെണ്ണം എന്ത് ചെയ്തിട്ടും അത് ഓക്കെ ആവണില്ല. അപ്പോൾ അമ്മ ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോഴാണ് അറിയുന്നത് ഒരൊറ്റ അടുപ്പുമേലാണ് അമ്മ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ക്ലീൻ ചെയ്യാൻ ആളെ വിളിച്ചിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ ഞാൻ ബിസ്മിയിലെത്തി. ഇതാണ് നമ്മൾ മേടിച്ച സ്റ്റൗ. ഞാൻ വീഗാർഡിൻ്റെ സ്റ്റൗ ആണ് കേട്ടോ മേടിച്ചത്. 3 ബർണറിൻ്റെ തന്നെ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇത് ഈ 50% ഓഫിൻ്റെ TV ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അച്ഛന് ഭയങ്കര ആഗ്രഹം, അമ്മ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ പാനസോണിക്കിൻ്റെ TV LED ആണ്, പക്ഷേ ഗൂഗിൾ TV ഒന്നും സപ്പോർട്ടഡ് അല്ല. പക്ഷേ ഇത്രയും വർഷമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ദേ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നാളെ ഒന്നും കൂടെ വരണം, വേറൊരു പർച്ചേസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഓട്ടോകൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറാണ് കേട്ടോ, ഞങ്ങൾ സ്കൂളിൽ പഠിച്ച. അങ്ങനെ ദേ നമ്മൾ തിരിച്ചു വരികയാണ്. പാലമുറി പാലം, മണ്ണർകാടുകാരുടെ പാലമുറി പാലം. പണ്ടൊക്കെ ഇവിടെ ഫുൾ വെള്ളം മുങ്ങി റോഡ് യാത്രയൊക്കെ മുടങ്ങുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു ഓർമ്മ. ഈ കള്ളുഷാപ്പിലൊക്കെ വെള്ളം കയറും കേട്ടോ. പിന്നെ ഞങ്ങൾ മണ്ണർകാട് വന്നപ്പം ആദ്യമായിട്ട് വാടകയ്ക്ക് താമസിച്ച വീട് ഇതാണ് കേട്ടോ. ദേ ഈ കാണുന്ന വീടാണ്. കുറച്ചധികം നാൾ ഞങ്ങളവിടെ താമസിച്ചു. സ്കൂളിലൊക്കെ പോകാൻ വളരെ ഈസി ആയിരുന്നു. ആ തൊണ്ടി കൂടെ കയറിപ്പോയാൽ പള്ളിക്കൽ പോവാം. അങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുന്നത്, ആ ഏരിയയൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമിച്ച് വീടുകളൊക്കെ പൊട്ടിച്ച് നല്ല നല്ല വീടുകൾ പണിത് തുടങ്ങിയ ആൾക്കാർ. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ട് സാധനങ്ങളൊക്കെ കൊടുത്ത്, അതായത് നമ്മുടെ സ്റ്റൗവും വാങ്ങിച്ച ഡ്രസ്സും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ അങ്കിളിനോട് പറഞ്ഞു എൻ്റെ മണ്ണാട് കവലയിൽ ഇറക്കിക്കോ, എനിക്ക് മാർക്കറ്റിലൊക്കെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ സൂസൻ്റെ കാര്യം. അപ്പോൾ സൂസൻ്റെ വീടാണ് കേട്ടോ നേരെ കാണുന്നത്. ഇത് അച്ഛൻ്റെയും പ്രിൻസി ചേച്ചിയുടെയും വീടാണ്. ഇതാണ് നമ്മുടെ സൂസൻ്റെ വീട്, എൻ്റെ കളിക്കൂട്ടുകാരിയുടെ വീട്. അപ്പോൾ എവിടെ നോക്കിയാലും ഹരിതാപവും പച്ചപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മതിലേലെ മണി പ്ലാന്റാണ് നമ്മുടെ വീട്ടിലെ, അതായത് തൃശ്ശൂർ വീട്ടിലെ ഫുൾ മണി പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ നേരെ എയിം എന്ന് പറയുന്നത് നോൺ വെജ് വാങ്ങിക്കുക, വീട്ടിൽ കൊണ്ടുവരിക, ക്ലീൻ ചെയ്യുക, ഒക്കെ ഫ്രിഡ്ജിൽ കയറ്റുക, ബീഫൊക്കെ വേവിച്ച് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ വേഗം പോയി. നമ്മൾ ആദ്യം മീൻ വാങ്ങിക്കാൻ പോയി. പിന്നെ അവിടെ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വെച്ചിട്ട് പിന്നെ പോർക്കും ബീഫ് വാങ്ങിച്ചു. പോർക്ക് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ അതേ ബീഫ് കടയിലെ തിരക്കാണ് കേട്ടോ കാണുന്നത്. എൻ്റെ ഭാഗ്യത്തിന് പെണ്ണുങ്ങളായിട്ട് 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പോയത് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ. അങ്ങനെ അതേ തിരിച്ച് വീട്ടിൽ വന്ന് സ്റ്റൗ എല്ലാം ഫിറ്റ് ചെയ്ത് ഞാൻ വലിയൊരു ചീനച്ചട്ടി വാങ്ങിച്ചു, നമ്മുടെ അലുമിനിയത്തിൻ്റെ. ഇതാണ് കേട്ടോ സ്റ്റൗ. ഞാൻ ഈ പ്രാവശ്യം സ്റ്റീലിൻ്റെ ഇത് വാങ്ങിച്ചു, ഗ്ലാസ് ടോപ്പ് വാങ്ങിച്ചില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എനിക്കൊരു കൊതി തോന്നിയപ്പം കുറച്ച് മീനെടുത്ത് അച്ചാറിട്ടാണ് കേട്ടോ. അപ്പോൾ നാളെ ഞാകുമ്പോഴത്തേനും അത് സെറ്റാവും. ബാക്കി എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, അതായത് ക്ലീനിങ്, കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഉള്ളി സബോളയൊക്കെ അരിഞ്ഞ് വെക്കണം, അത്രയൊക്കെ ഉള്ളൂ. അതായത് തൊലി കളഞ്ഞെങ്കിലും വെക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സന്ധ്യ ആയപ്പോൾ നമ്മുടെ മിറ്റമൊക്കെ അടിച്ചിട്ട് റോഡ് അടിച്ചിട്ടിട്ട് അപ്പോഴാണ് നമ്മുടെ പ്ലാസ്റ്റിക് പെറുക്കുന്ന ചേച്ചിമാർ വന്ന് അവരുമായിട്ട് ഒരു പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായിപ്പോയി. ഞാൻ എടുത്തെടുത്ത് വന്നപ്പോൾ പണിത്തിരക്കൊക്കെ കാരണം എനിക്ക് എടുക്കാനേ പറ്റിയില്ല. കാരണം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് തന്നെ അതെടുക്കാൻ നമ്മൾ വിട്ടുപോകും. എൻ്റെ ഒട്ടുമിക്ക പരിപാടികളും ഞാൻ വിട്ടു പോണത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്ന് എന്നെ സംബന്ധിച്ച് ഭയങ്കര നല്ലൊരു ഡേ ആണ്. നിങ്ങൾ കണ്ട പോലെ തന്നെ TV ഓർ സ്റ്റൗ എന്നുള്ളൊരു കോംപ്ലിക്കേഷൻ ഡൗട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഭവം സ്റ്റൗ തന്നെയാണ്. അപ്പോൾ അത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിസ്മിൽ പോയി. നമ്മൾ ലാസ്റ്റ് ഇയർ ഫോൺ വാങ്ങിച്ച കടയിൽ തന്നെ പോയി ഞാൻ വാങ്ങിച്ചു.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ മിക്സി കംപ്ലൈൻ്റ് ആണ്, അതായത് തൃശ്ശൂർ വീട്ടിലെ മിക്സിയൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു വീട്ടിലേക്കും ഒരു മിക്സി വാങ്ങിക്കാമെന്ന്. പക്ഷെ ഞാൻ ഓട്ടോയിലാണ് പോയത്. അപ്പം സ്റ്റൗ കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ മുകളിലോട്ട് കയറ്റുക കൂടെ വേണമല്ലോ. അപ്പോൾ നാളെ ഡോൺ ചേട്ടൻ വന്നിട്ട് ഒന്നിച്ച് പോയിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. പ്രീതിയുടെ വാങ്ങിക്കാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ അത് വാങ്ങിക്കണം എന്ന് ഞാൻ മമ്മിയോട് വിളിച്ചു ചോദിച്ചപ്പോൾ മമ്മി വാങ്ങിച്ചോ എന്ന് പെർമിഷൻ തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ആ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ മമ്മിയുടെ പെർമിഷനും കൂടെ ചോദിക്കണമല്ലോ. അതുകൊണ്ട് മമ്മീനെ വിളിച്ച് കുറച്ച് മുമ്പ് ഞാൻ ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു എന്നാൽ ശരി വാങ്ങിച്ചോ, എന്തായാലും മിക്സി കംപ്ലൈൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇഡ്ലി മാവ് അരയ്ക്കുന്നത് എനിക്ക് മടിയായിട്ട് തോന്നി തുടങ്ങിയത്. കാരണം 1-2 പ്രാവശ്യം അടിക്കേണ്ടത് കുറേ നേരം നിന്ന് അടിക്കണം. അതുപോലെ തന്നെ ചെവിയുടെ ആംപ്ലിഫയർ അടിച്ചു പോണ രീതിയിലുള്ള സൗണ്ടുമാണ്. അപ്പോൾ പിന്നെ എനിക്ക് മടിയായി തുടങ്ങി. അരയാതെ വന്നാലും ഈ പറഞ്ഞ പോലെ ദോശ ഇഡ്ഡലി ഒന്നും പെർഫെക്റ്റ് ആയിട്ട് വരാതെ തുടങ്ങും. എന്നെ സംബന്ധിച്ച് സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ദോശ അതൊക്കെയാണ് എൻ്റെ ഒരു ഇഷ്ടം. പിന്നെ മിക്സി കംപ്ലൈൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. തൂമാണ് കേട്ടോ. ചാക്കോച്ചനെ അമ്മ ഉറക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. കാണും എന്ന് ഞാൻ വിചാരിക്കണു. കാരണം ഇന്ന് ഞാനല്ല ഉറക്കണത്, അമ്മയാണ്. അമ്മ ഉറക്കിക്കോളാം. അതായത് ഉറക്കത്തിൻ്റെ പക്കത്തിലെത്തി. ഇന്ന് രണ്ടുപേരും 11 മണിയായിട്ടും ഉറങ്ങാൻ റെഡിയല്ല. പിന്നെ ആ 3 മിനിറ്റിൽ എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. രാവിലെ ഞാനിവിടെ നിന്ന് ഇറങ്ങി. രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 10:30 കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ ഞാൻ പോയപ്പോൾ രഞ്ജിത്തേട്ടൻ എന്നെ, അതായത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് ഓട്ടോ ഉണ്ട്. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് എവിടെയോ പോകുമ്പോൾ എനിക്കൊരു ലിഫ്റ്റ് വന്ന് മണ്ടാട് കവലയിൽ ഇറക്കി. ഞാൻ അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ടിൻ്റെ ഫാദറിൻ്റെ ഓട്ടോയിൽ കയറിയിട്ട് ഞാൻ നമ്മുടെ കിലോ തുണി വിൽക്കുന്ന കടയിലേക്ക് പോയി. കറക്റ്റ് ഓണർ അവിടെ ഉണ്ടായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിള്ളേർക്ക് വേണ്ടി മാത്രമേ ഞാൻ എടുത്തു. എനിക്കൊരൊറ്റ ടോപ്പ് മാത്രം എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ എടുത്തുള്ളൂ. വേറെ ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ പറഞ്ഞു ഡോൺ ചേട്ടൻ വന്നിട്ട് ഞാൻ വരാം, എനിക്കത്ര ബഡ്ജറ്റ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ ലാവിഷായിട്ട് എല്ലാവർക്കും ഞാൻ വാങ്ങിക്കുന്നതാണ്. ഡോൺ ചേട്ടനായാലും പിള്ളേർക്കായാലും കണ്ണടച്ച് ഞാൻ വാങ്ങിക്കുക. ഞാൻ ഡോൺ ചേട്ടനും ഒരുവിധ സാധനങ്ങൾ അവിടെ നിന്നാണ് സ്റ്റോക്ക് ചെയ്യാറ്. പക്ഷെ ഞാൻ പറഞ്ഞു ഡോൺ ചേട്ടൻ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോൺ ചേട്ടൻ ഈ പറഞ്ഞ പോലെ 2 ട്രൗസർ നോക്കണമെന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് നോക്കണം. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന കവറാണ് കേട്ടോ. അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ രാത്രി ഒരു കപ്പ് ഹോർലിക്സ് ഒക്കെ കുടിച്ച്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഹോർലിക്സിനോട് ഭയങ്കര ഒരു ക്രൈസ്. ഇവിടെ വന്നപ്പോൾ ഇന്ന് 5 രൂപയുടെ ഒരു 4-5 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഞാൻ കുടിച്ചത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞു. വിചാരിച്ചത്ര തിക്കും തിരക്കും ഒന്നും ഇന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. പോയി നമ്മൾ പ്ലാൻഡ് ആയിട്ടാണല്ലോ പോയത്. അപ്പം പ്ലാൻ ചെയ്ത് ആദ്യം പോയ ഓട്ടോ തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വരാമെന്നാണ്. ഞാൻ ഓർത്തു വേണ്ട, ഈ സ്റ്റൗവും കൊണ്ട് ലോകം നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തുണിക്കടയിൽ പോയി. പിന്നെ സ്റ്റൗ വാങ്ങിക്കാൻ പോയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് അച്ഛനോട് അത് മുകളിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു. അപ്പം അച്ഛനും എവിടെയോ പോകണമായിരുന്നു. അപ്പം അച്ഛൻ രാവിലെ നോൺ വെജൊക്കെ വാങ്ങിക്കാൻ പോകാനോടെ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വാങ്ങിക്കും എന്ന് പറഞ്ഞു. കാരണം ആയ കാലത്ത് നമ്മളെ കുറേ തീറ്റിപ്പോറ്റിട്ടുള്ളതാണ്. അപ്പം നമുക്കാവണ കാലത്ത് നമ്മൾ വാങ്ങിച്ച് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാം. ഇവിടെ വന്നാൽ അല്ലാതെ അവിടെ ആയാലും ഇവിടെ ആയാലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ആർക്കെങ്കിലും വേണ്ടി ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഓരോ പേരൻസിനും കൂടെ ആകുമ്പോൾ അതൊരു സന്തോഷമായിട്ടുള്ളതല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചോളാം, നിങ്ങളൊന്നും വാങ്ങിക്കണ്ട. അങ്ങനെ ഞാൻ പോയി. നമ്മുടെ മണ്ടാട് പോലെയുള്ള 2 ടൈപ്പ് മീൻ, അതായത് ഒരു ടൈപ്പ് അവർക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ഒന്ന് എനിക്ക് കുറേ ദിവസമായിട്ട് മീനച്ചാറ് തിന്നാൻ ഇങ്ങനെ കൊതി പൂണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാനത് ഇന്ന് കുറച്ചെടുത്തിട്ട് അച്ചാറിട്ട് വെച്ചിട്ട് അപ്പം നാളെ ഞാനപ്പോഴത്തേനും എല്ലാം റെഡി ആയിട്ടിരിക്കും. പിന്നെ ബീഫ് വേവിച്ച് അങ്ങനെ മാറ്റി വെച്ചു. മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു. എല്ലാം ക്ലീൻ ചെയ്ത് പരിപാടികളൊക്കെ കഴിഞ്ഞു. അച്ചാറും ഇട്ട് വെച്ചു. ബീഫിന് ആ സമയം നാളെ വൈകുന്നേരം ഞാനൊന്ന് റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു ചട്ടി വാങ്ങിച്ചു. അലുമിനിയത്തിൻ്റെ വലിയ വാവട്ടമുള്ളൊരു ചട്ടി വാങ്ങിച്ച് ഞാൻ. എനിക്ക് ശരിക്കും ഇളക്കാൻ കുറച്ച് സ്പേസ് ആണ്. നമ്മൾ ഈ
തിക്ക് മുട്ടയെ ചീനച്ചട്ടിയിൽ ഇട്ടാനുള്ള കുഴപ്പം ഇതെല്ലാം കൂടെ പൊടിഞ്ഞു. ഒന്നാതെ ഇന്നത്തെ ബീഫ് നല്ലപോലെ വെന്ത് ഉടഞ്ഞു എന്നുള്ളതാണ്. ഇന്നും നാളെയും ഇവിടെ ബീഫ് കട്ട് ചെയ്ത് കൊടുക്കില്ല, അതായത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കില്ല. അതെനിക്കൊരു വലിയൊരു ടെസ്റ്റ് തന്നു. വന്ന ഉടനെ ആദ്യം മീനൊക്കെ കഴുകി കയറ്റി, പിന്നെ ചിക്കൻ കഴുകി കയറ്റി, പിന്നെ ബീഫിനിട്ടൊരു പണിയായിരുന്നു. ഞാനിന്ന് പതിവിലും വിട്ട് 1.5 കിലോ ബീഫ് വാങ്ങിച്ചു. കാരണം ഞാനിത് നാളെ ഓൾമോസ്റ്റ് സാധനങ്ങളും യൂസ് ചെയ്യും. അതായത് ബീഫ് വരട്ടും. ഡോൺ ചാണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പറ്റിയാൽ കട്ട്ലറ്റ് കൊണ്ടുപോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പറ്റില്ല, കാരണം മമ്മി എന്തായാലും അവിടെ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കും. എന്തായാലും എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ പിള്ളേരുടെ ചോച്ചിൽ സ്വഭാവമൊക്കെ കഴിഞ്ഞിട്ട് എന്താവും എനിക്കറിയില്ല. ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചു. ഇന്നിപ്പോൾ രാത്രി ഇരുന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി മാറ്റി വെച്ച് ഞാൻ പറഞ്ഞു അമ്മയോടൊന്നും ചെയ്യണ്ട, കാരണം അമ്മയ്ക്ക് റണ്ണിങ് ന്യൂസ് തുടങ്ങി. കാരണം ഇന്നലെ രാത്രി അമ്മ തല നനച്ചു, അമ്മയ്ക്ക് അതൊന്നും പറ്റില്ല. അപ്പോൾ അമ്മ രാവിലെ കുളിക്കുക, ചൂടുവെള്ളത്തിൽ കുളിക്കുക. അത് തെറ്റി ഇന്നലെ ഞങ്ങൾ വന്ന പിന്നെ അമ്മയുടെ ഷെഡ്യൂൾ, അമ്മയുടെ ആയാലും അച്ഛൻ്റെ ആയാലും ഷെഡ്യൂൾ ഫുൾ തെറ്റിപ്പോയെന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാൻ ഓർത്തു ഇനി ആൾക്കാരത് നെഗറ്റീവായിട്ട് എടുക്കുവായിട്ടുണ്ടെന്ന് കേട്ടുന്നു. അങ്ങനെയൊന്നുമല്ല, ആക്ച്വലി ആളത് കോമഡിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ചിലരത് നെഗറ്റീവായിട്ട് എടുക്കുമല്ലോ. പിന്നെന്താണ്, പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നാളെ വന്നിട്ട് ഡോൺ ചേട്ടനായിട്ട് ഒരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാലേ നമ്മളൊരു ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവിടെ ചെല്ലുള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ അമ്മുവിൻ്റെ മധുരമപ്പ് പരിപാടിക്കൊക്കെ പോകണം. എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഓൺചാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നതിന് മുമ്പ് കാർ സീറ്റർ എടുത്തൊന്ന് കാറിൽ ഫിറ്റ് ചെയ്ത് വെച്ചോ, ആരെങ്കിലും ഒരാളെ ഇരുത്താം. കാരണം എനിക്ക് പറ്റില്ല കാറിൽ ഇവരെ 2 പേരെയും മടിയിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ തോമ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പോൾ ഛർദ്ദിക്കും. എനിക്ക് ആ ടെൻഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ചെയ്യാം, പേപ്പറൊക്കെ റെഡിയാക്കി വിരിച്ചിട്ടിട്ട് വരിക. ഛർദ്ദിക്കും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക, കാരണം അവരങ്ങനെയാണ്. കാറിൽ ഉരുണ്ട് മറിഞ്ഞ് തോവും. ചാക്കോച്ചനോട് വന്നേ പിന്നെ ഉരുണ്ട് മറിച്ച കൂടുതലാണ്. അപ്പം അറ്റ്ലീസ്റ്റ് ചാക്കോച്ചനെ എങ്കിലും നമുക്ക് കാർ സീറ്റിൽ ഫിക്സ് ചെയ്ത് എന്തെങ്കിലും കോക്കോമേലണോ എന്തെങ്കിലും കൊന്നെങ്കിലും വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമുക്കത് മടിയിൽ ഇരുത്തുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇപ്പോൾ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളന്ന് വേളാങ്കണ്ണിക്ക് പോയപ്പോൾ ഞാൻ ആഗ്രഹിച്ച് കൊതിച്ച് മമ്മി ഒന്ന് ചാക്കോച്ചനെ പിടിച്ചപ്പോഴാണ് ഞാൻ കിടന്നൊന്ന് ഉറങ്ങിയത്. കുറേ നാൾ കൂടി സ്വസ്ഥമായിട്ട് 1 മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങിയത്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ ഡൗൺ ചേട്ടൻ എന്തായാലും വണ്ടി ഓടിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. എനിക്കതാണ് ട്രാവൽ ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്തത്. ഓരോരുത്തർക്കും ഓരോതരം ഇഷ്ടങ്ങളാണല്ലോ. ഇപ്പം നിശ്ചയ ചേച്ചി പറയുന്ന പോലെ ഡിവൈൻ ഒന്ന് മാറിക്കൊടുത്തൂടെ, അവർക്ക് അവരുടെ ഫ്രീഡം ഒന്ന് എൻജോയ് ചെയ്യാൻ. അപ്പം നിശ്ചയ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിച്ച ലൈഫ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്ഥിരം നിന്നാൽ പറയാം അപ്പനും അമ്മയ്ക്ക് ഒരു ഫ്രീഡം കൊടുത്തൂടെ, ഒന്ന് മാറിക്കൂടെ എന്ന് ചോദിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ കൂടെ നിൽക്കുന്നതിനും നിശ്ചയിച്ചിക്ക് പ്രശ്നമാണ്. ആരുടെയും ഫ്രീഡം തകർത്തിട്ടല്ല ഞാൻ നിൽക്കുന്നതെന്നുള്ളത് എനിക്കും അറിയാം, എൻ്റെ കൂടെ താമസിക്കുന്നവർക്കും അറിയാം. എൻ്റെ പേരൻസിനും ഗ്രാൻഡ് ചൈൽഡ്സിനെ കളിപ്പിക്കണം ഒക്കെ എനിക്കറിയാം. പക്ഷെ എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിശ്ചയിച്ചിക്കും അറിയില്ല, അല്ലേ? എൻ്റെ കാര്യം എനിക്കേ അറിയുള്ളൂ. പിന്നെ ഞാൻ വന്ന് പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, അല്ലേ? ഞാൻ വലിയ എലാബറേറ്റ് ചെയ്യുന്നില്ല, എന്നാലും നിശ്ചയിച്ചോട് പറയണം, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി. അല്ലാണ്ട് എന്നെ വന്ന് കമൻറ്റ് ഇട്ടപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഉടനെ മമ്മിക്ക് പോയി കമൻറ്റ് ഇട്ടു, ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ 4 പേര് സന്തോഷമായിട്ടിരിക്കണം. ഇനി ഇത് കണ്ടിട്ട് ഡിവൈൻ കരഞ്ഞോടി വരും. അതാണ് എനിക്ക് ഇഷ്ടമായത്. ഇത് കണ്ടിട്ട് ഡിവൈൻ കരഞ്ഞോടി തിരിച്ച് നാളെ തന്നെ വരും. ഞാൻ നാളെ തന്നെ തിരിച്ചു പോവും, പക്ഷെ കരഞ്ഞോടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. അത് എന്താ ആൾക്കാർ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഇല്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് എന്തിനാണെന്ന് എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞാൽ വീട്ടിലെ ആൾക്കാർ കൂടും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് നമ്മൾ അവരുടെ ഫ്രീഡം നശിപ്പിക്കാന്ന് ഓർത്താൽ വീട്ടിലെ ആരെയും നമുക്ക് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല, അല്ലേ? നിശ്ചയിച്ചോട് മാത്രമാണ് കേട്ടോ. വീട്ടിൽ പോവണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല. എന്നെ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ എന്നെ വളരെ സപ്പോർട്ടീവായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് അറിയുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തോരത്തോളം അതൊന്ന് ഫുൾഫിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയത്തില്ലേ,
ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് എൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പിന്നെ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടിരുന്ന അതാന്നും പറയാം. ഇപ്പം ഞാനിത് പറയാൻ കാരണം നിശ്ചയിച്ച് വല്ലാണ്ട് ഈ 4 പേര് കളി കുറേ നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരി, അവർക്ക് 2 ദിവസം ഞാൻ സ്പേസ് കൊടുത്തു. എന്തായാലും ഞാൻ നാളെ കഴിഞ്ഞ് പോകും. നിശ്ചയിച്ചിക്ക് വിഷമമാവുമെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ തിരിച്ചു പോകും. പരിപാടി ഉള്ളതുകൊണ്ടാണ്. നിശ്ചയിച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. എനിക്ക് ഇഷ്ടമുള്ള കമൻ്റ് ആണെങ്കിൽ ഞാനവിടെ വെക്കും, ഇല്ല ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ചറിയാം, ഞാൻ കുറേ നാളായിട്ട് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് പുറകെ നടന്ന് കമൻ്റ് ഇടുക. നിഷ ടോം എന്നങ്ങാണ്ടാണ് പേര്. അവർക്ക് 4 പേർക്ക് ഒരു സ്പേസ് കൊടുക്കുക. അവരെന്ത് സന്തോഷത്തോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ ആ വീട്ടിലൊന്ന് പൊക്കൂടെ, നിന്നൂടെ. എനിക്കറിയത്തില്ല നിങ്ങൾക്കൊക്കെ എന്തിൻ്റെത്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഞാനൊരു സ്പേസ് കൊടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, സ്പേസ് കിട്ടാം. എനിക്കൊരു സ്പേസും ഫ്രീഡവും കിട്ടാൻ വേണ്ടി ഞാൻ 2 പിള്ളേരെ അവിടെ ആക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നാലോ അതൊരു ഫ്രീഡവും സ്പേസ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. എങ്ങനെ വന്നാലും ഞാനും കുട്ടികളും എപ്പോഴും ഒരുമിച്ചാണ് അല്ലേ. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹാപ്പി സ്പേസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പറയാണ് നിശ്ചയിച്ചോട് ഇത് ഇവിടെ വന്ന് എന്നോടൊരു കിംബദന്തി പറയുക, അപ്പുറത്ത് പോയി മമ്മിയോടൊരു കിംബദന്തി. സാധാരണ ഞാൻ ഡിമ്പിളുടെ ആയാലും മമ്മിയുടെ ചാനലിലായാലും അങ്ങനെ കമൻസിന് എന്നെ സംബന്ധിക്കുന്ന ഒരു കമൻറ്റ് വന്നാലും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. എന്നെ സംബന്ധിക്കുന്ന കമൻറ്റ് എൻ്റെ ചാനലിൽ വന്നാലും ഞാൻ ഡിലീറ്റ് ചെയ്യാറാണ് ഇപ്പം പതിവ്. പക്ഷെ ഇതെനിക്ക് തോന്നി മനഃപൂർവ്വം ചൊറിയാൻ, അല്ലെങ്കിൽ ഒന്ന് കൊളുത്തി നോക്കാം, കൊളുത്തിയാൽ കൊളുത്തട്ടെ. ഇത് കൊളുത്തിയത് കൊണ്ടല്ല, എനിക്കിഷ്ടമായില്ല, അത്ര തന്നെ. ഈ ഫ്രീഡം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഫ്രീഡം നഷ്ടപ്പെട്ട് എല്ലാവരും വീട്ടിൽ പറഞ്ഞു വിടുവാണോന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നാലും അതിനും നിശ്ചയിച്ച് ഒരു കുറ്റം കണ്ടുപിടിച്ച് വരും. എനിവേ നിശ്ചയിച്ച് ഇതോടെ ഈ ചാപ്റ്റർ ഇവിടെ വിടുക, അതാണ് ചേച്ചിക്ക് നല്ലത്. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, വീഡിയോയിൽ ഒന്ന് ചീത്ത പറഞ്ഞു എന്നൊന്നും പറയരുത്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ ലൈഫ്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. അല്ലാണ്ട് അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊന്നുമല്ല. എൻ്റെ ലൈഫ് എങ്ങനെ വേണം, ആറുകൂടെ വേണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറയട്ടെ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് ഫ്രീഡം വേണമെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് മാറും അല്ലേ. അവരെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുവരെ ഒരു ഫ്രീഡം നശിപ്പിക്കുന്ന ആൾക്കാരല്ല. പിന്നെ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടി അതിന് പേര് കൊളുത്തി കയറി ഒരു കുടുംബകലഹമാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയായിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മേലാക്കം എൻ്റെ പേര് പറഞ്ഞ് നിശ്ചയിച്ച് എൻ്റെയോ മമ്മിയുടെയോ ഡിമ്പിളുടെയോ ചാനലിൽ പോയി സംസാരിക്കണ്ട. ഞാൻ എൻ്റെ കെട്ടിയതിനോട് തന്നെ നിൽക്കുകയുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവും, ഇഷ്ടമുള്ളപ്പോൾ വരും കേട്ടോ. അത് മാത്രം ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം. എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക നെഗറ്റിവിറ്റി ആയിട്ട് തന്നെ തോന്നി. സ്വന്തം ഭർത്താവിനോട് നിൽക്കുന്നത് ഫ്രീഡം നശിപ്പിക്കുക എന്നുള്ള. കൂട്ടുകുടുംബത്തിലാകുമ്പോൾ എല്ലാവരും എപ്പോഴും ഒന്നിച്ച് നിൽക്കുകയുള്ളൂ. പിന്നെ ഓരോരുത്തർക്ക് നമുക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അവന് സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം എൻ്റെ സാഹചര്യം മനസ്സിലാക്കുക, എന്നിട്ട് സംസാരിക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് നാളെ ഡോൺ ചേട്ടൻ വന്നിട്ടുള്ള വ്ളോഗായിട്ട് ക്രിസ്മസ് ഡേ കാണാം. അല്ലെങ്കിൽ നാളെ തന്നെ ഞാനൊരു വ്ളോഗ് ഇടുന്നതായിരിക്കും കേട്ടോ. മോർണിംഗ് തൊട്ട് ഒരു ആഫ്റ്റർനൂൺ വരെയുള്ള വ്ളോഗ് ഇടാമെന്ന ആഗ്രഹമുണ്ട്. അറിയില്ല എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.